Hello guys, it's me Aditya and welcome to my YouTube channel Adi's Aura. Okay, so എൻ്റെ പേര് ആദിത്യ എന്നാണ്. ഞാൻ യൂട്യൂബിൽ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെറുതെ ഇരിക്കായിരുന്നു, വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അവരുടെ കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഐ തോട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടീനേജേഴ്സിനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് ഈസി ആയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു കാര്യമാണ്, എനിക്ക് കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്. ജ്വല്ലറി കളക്ഷൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇയറിങ്സ് ഒരുപാട് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഈ കമ്മലുകൾ, ഇയറിങ്സ് എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. കുറച്ച് ബാംഗിൾസും അതുപോലെ മാലകളൊക്കെ നെക്ലേസസ് ഒക്കെ ഉണ്ടെങ്കിലും കൂടുതൽ എനിക്കിഷ്ടം ഇയറിങ്സ് ആണ്. അപ്പോൾ ഇയറിങ്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഒന്നുമില്ല, എന്നാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ലാഗ് ആക്കുന്നില്ല, നേരെ നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഇയറിങ്സ് രണ്ട് ബോക്സസിലായിട്ടാണ് സൂക്ഷിച്ചത്. ഒന്നിങ്ങനെ, ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, ജസ്റ്റ് വീട്ടിലെ ടേബിളിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബോക്സാണ്, നല്ല കട്ടിയുള്ള ബോക്സാണ് കേട്ടോ. എൻ്റെ ചെറിയ ചെറിയ ഇയറിങ്സ്, ട്രഡീഷണൽ അല്ലാത്ത, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു എന്താ പറയുക, സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള കുറച്ച് ഇയറിങ്സ് ആണ് ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ കവർ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതിലിങ്ങനെ റാൻഡമായിട്ട് കീപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള കുറച്ച് ഇയറിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 40 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ള ഇയറിങ്സ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ പോലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മോഡൽ. ഇതുപോലത്തെ ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇതിന് ആക്ച്വലി ഐ തിങ്ക് 40 രൂപ തന്നെയാണ്, 40 റുപ്പീസേ ഉള്ളൂ. ഇത് ഞാൻ ബീച്ചിൽ പോയ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഇയറിങ്സ് ഇതൊരു പിൻട്രസ്റ്റി വൈബ് ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഹുക്സ് പോലെയുള്ള ഇതിനും 40 റുപ്പീസേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ഞാൻ ഒരു 80 റുപ്പീസിന് വാങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിലുള്ളത് ഇതുപോലത്തെ കുറേ ഹുക്സ് ആണ് കേട്ടോ. ഹൂപ്സ് ആണുള്ളത്, ഇതുപോലത്തെ ഹൂപ്സ് ആണ്. എനിക്ക് ഇങ്ങനത്തെ ഹൂപ്സ് ഇപ്പം നമ്മൾ ജീൻസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ ഹൂപ്സ്, ഇങ്ങനത്തെ ഹൂപ്സ് കമ്മലാണ്. സെയിം തന്നെയാണ്, കുറച്ച് അതിൻ്റെ തിക്നെസ്സിൽ ഡിഫറൻസ് ഉള്ളൂ. അങ്ങനത്തെ ഒരു 2 സെറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ ചെറിയുടെ കമ്മൽ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നൊരു കമ്മലായിരുന്നു. ഇതിനൊക്കെ ഈ ഒരു ഹൂപ്സിനൊക്കെ ഐ തിങ്ക് ഇത് കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ, എൻ്റെ അടുത്തുള്ളതാണ്. ഒരു 20-30 റുപ്പീസൊക്കെ ഇതിനുള്ളൂ. അതുപോലെ ഇത് ഞാൻ വാങ്ങിയത് SM സ്ട്രീറ്റിൽ നിന്ന്, ഇതുപോലെ ഹിന്ദിക്കാരൊക്കെ വിൽക്കുന്നതുണ്ടാവല്ലോ, അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. ഇതിന് വെറും 40 റുപ്പീസ് എന്തോ ഉള്ളൂ. ഇനിയുള്ളത് ഇതുപോലെ തന്നെ ഹൂപ്സ് തന്നെ, ഇങ്ങനെ കുറച്ച് സ്റ്റോൺ ഉള്ള ടൈപ്സ് ഹൂപ്സ് ആണ് കേട്ടോ. ഈ കാണാൻ പറ്റുന്നില്ലേ? ഓ, എൻ്റെ മുഖമാണ് കാണുന്നത്. ഇതുപോലെ സ്റ്റോൺ ഉള്ള ടൈപ്സ് ഹൂപ്സ് ആണുള്ളത്, അതുണ്ട്. പിന്നെ ഉള്ളത് ഇത് ഞാൻ SM എന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. ഇത് വാങ്ങിയ സ്ഥലത്തു നിന്നാണ് ഞാൻ എൻ്റെ മെജോറിറ്റി ഓഫ് ജ്വല്ലറീസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഇയറിങ്സ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ മുന്നേ ഉള്ള ഒരുപാട് ഇയറിങ്സ് ഉണ്ടെങ്കിലും ഞാൻ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്, ആ പ്ലേസിൻ്റെ പേര് എനിക്ക്, ഫാൻസിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്നാലും അതിൻ്റെ എവിടെയാണുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ മെജോറിറ്റി ഓഫ് ഇയറിങ്സ്, ഇനി ഞാൻ എൻ്റെ ട്രഡീഷണൽ കാണിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എവിടെയാണെന്നുള്ളത്. വാങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ പോലെ, ഒരു യെല്ലോ ക്രിസ്റ്റൽ പോലെ മുകളിൽ വന്നിട്ട് താഴെ സിമ്പിളായിട്ട് റൈസ് പേൾസ് പോലെ ബീഡ്സ് വരുന്നത് പോലത്തെ ഉള്ള ഒരു കമ്മലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടും അതുപോലെ മോഡേൺ ആയിട്ടും 2 രീതിയിലും, വെസ്റ്റേൺ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മലാണ്. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ള ഒരു പേൾ വെച്ചിട്ടുള്ള കമ്മലാണ്, സിമ്പിൾ പേൾ കമ്മലാണ്. പിന്നെ ഇത് എനിക്ക് എൻ്റെ അമ്മയുടെ സിസ്റ്റർ മേമ തന്നതാണ് കേട്ടോ. ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കമ്മൽ, താഴെ എന്തുണ്ട്, താഴെ കുറച്ച് ലവും കാര്യങ്ങളും, പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് ഉണ്ട്, ഒരു പേളുള്ള ഒരു സിമ്പിൾ ഇയറിങ്സ്. അതിൻ്റെ ഒന്നും വില എനിക്കറിയില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പം
കുടുങ്ങിപ്പോയി ഗൈസ്. യെസ്, ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇത് അവൾ രാജസ്ഥാനിൽ പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള, അവൾ ടൂർ പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കമ്മലാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ജുംകാസൊക്കെ. നല്ല രസമല്ലേ? ഓക്കെ, പിന്നെ ഇതൊക്കെ കുറേ കാലമായിട്ട് എൻ്റെ അടുത്തുള്ള കമ്മലുകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ബീഡ്സൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, സ്റ്റോൺസ് ഒക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു കമ്മൽ. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഓക്കെ, യെസ്, ഇതാണ് ആ കമ്മൽ. ഇനി വരുന്നത് കുറച്ച് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള അതിന് മുന്നേ ഒരു ചെറിയ ഇതെനിക്ക് എൻ്റെ അമ്മ എവിടെ പോയപ്പോൾ വാങ്ങി വന്നതാണ്. ഈ പേളിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അങ്ങനെ എടുത്ത് വെച്ചാൽ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കമ്മലായിരുന്നു. പക്ഷേ ഇതിൻ്റെ പേരിൻ്റെ ഇത് പൊട്ടിപ്പോയി. അപ്പം ഞാൻ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ SM എന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരുപാട് പ്രൈസ് ഒന്നുമില്ല. എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ഏതോ ഒരു ഗ്രീൻ ഡ്രസ്സിന് വാങ്ങിയതായിരിക്കണം. എന്നാൽ അത്ര ഹെവി അല്ല, എന്നാൽ അത്ര സിമ്പിളും അല്ലാത്ത ടൈപ്പ് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ഇയറിങ്സ് ആണിത്. ഇതിനൊക്കെ എത്രയാ? ഒരു 100 റുപ്പീസിൻ്റെ ഉള്ളിലേ വരുള്ളൂ എന്തായാലും. പിന്നെ അതുപോലെ കുറച്ച് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കമ്മലുണ്ട്. ഇതൊക്കെ കുറേ കാലം മുന്നേ എൻ്റെ ഉള്ളതാണ് കേട്ടോ. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എത്ര കാലമായാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലത്തെ ഒരു ബാങ്കിളൊക്കെ എൻ്റെ ഉണ്ട്. ഒരു 5 ഇയേഴ്സിന് മുകളിലായിട്ടുണ്ടാവും. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നമ്മുടെ കോളേജിൻ്റെ താഴെ ഒരു ഉത്സവം ഉണ്ടാവും. അപ്പോൾ അവിടെ ആ ഉത്സവത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ സാധനമൊക്കെ വിൽക്കുമല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിയതായിരുന്നു. നല്ല ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു ബാംഗിൾസ്. അപ്പം അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അവിടെ അടുത്തുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും എൻ്റെ കയ്യിൽ അതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. പിന്നെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ പേരും ഇത് എൻ്റെ ഫേവറേറ്റ് ഒന്നല്ല, എന്നാലും കുഴപ്പമില്ല, യൂസ് ചെയ്യുന്ന ഒരു ഇയറിങ്സ് ആണ്. അപ്പം ഇത്രയുമാണ് എൻ്റെ ഈ ഒരു ബോക്സിലുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് കാഷ്വലായിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇയറിങ്സ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇനി ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് ഇരുന്നതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി എൻ്റെ ട്രഡീഷണൽ ജ്വല്ലറീസ് കാണാം. അങ്ങനത്തെ ജ്വല്ലറീസൊക്കെ ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് കേട്ടോ. ഇതെനിക്ക് ഞാൻ എന്തോ പണ്ട് ഇങ്ങനെ ഫാൻസിയിൽ നിന്ന് എന്തോ വാങ്ങിയപ്പോൾ അവർ ഇതിൽ വെച്ച് തന്നതാണ്. അങ്ങനത്തെ ഒരു 2 ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലൊക്കെ ഇതുപോലെയുള്ള ബോക്സസ്, അല്ലെങ്കിൽ മീഷോയിൽ തന്നെ ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള പോലത്തെ ബോക്സസ്. ഇപ്പം ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ബോക്സിലാണ്. ആ ഒരു ബോക്സിൽ ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഓരോ പ്ലാസ്റ്റിക്കായിട്ട് അതിൽ കവർ ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക്സ് ആക്ച്വലി ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക് ഒന്നല്ല. നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്ത് വരുമല്ലോ, അത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിലാക്കി വെച്ചതാണ്. ഇനി ജസ്റ്റ് മെഴുകുതിരിയിൽ അതൊന്ന് കാണിച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒട്ടിച്ചിട്ട് ഒരു പൗച്ച് പോലെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ അതിന് വേണ്ടി കട്ട് ചെയ്ത് ഇതിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി അതാക്കണം, മടിയായിട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കമ്മൽ ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നത് ഇതാണ്. അപ്പോൾ ഞാൻ അതന്നെ ഫസ്റ്റ് കാണിക്കാം. ഫസ്റ്റ് കമ്മൽ ഇത് കുറേ കാലമായിട്ടോ, ഏകദേശം ഞാനൊരു പി ജി ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് പോകില്ല. ഇതിപ്പോൾ ഞാൻ പഴുത്താണ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പ്ലാസ്റ്റിക് കവറിൽ. എന്നിട്ടും കളറൊന്നും വലിയ കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല. ഇത് നല്ലൊരു എവിടെ നിന്നാണ് വാങ്ങിയത്? ഞാൻ പന്തിരങ്കാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്, കോഴിക്കോട് പന്തിരങ്കാവ് എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും വലുതായിട്ട് കളറൊന്നും പോയിട്ടില്ല, യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ വാങ്ങുന്ന ഇയറിങ്സൊക്കെ ഞാനിങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കാറുണ്ട് കേട്ടോ. കാരണം വേറെ കമ്മലുകളായിട്ട് നമ്മളിപ്പോൾ ഈ ഇട്ടിട്ടുള്ള കമ്മലേ അതേപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈർപ്പുണ്ടാവും, അല്ലെങ്കിൽ വേർപ്പുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്മലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് വേഗം ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വാങ്ങുന്നതൊക്കെ ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കവേഴ്സിലായിട്ടാണ് വെക്കാറുള്ളത്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഇത്, ഈ വൈറ്റ് ഇയറിങ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ഭംഗിയുള്ള ഒരു ഇയറിങ്സ് ആണ് കേട്ടോ.
ഇത് ഞാൻ ഏകദേശം ഒരു 1.5 years എന്തായാലും കഴിഞ്ഞു, ഒരു 2 yearsന്റെ അടുത്ത് ആവാനായി വാങ്ങിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഒന്നിനും ഒരു കളറും പ്രശ്നം പറ്റിയിട്ടില്ല. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത്. അത് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എസ്എൻ സ്ട്രീറ്റിലേക്ക് SK പൊറ്റക്കാടിൻ്റെ ആ ഒരു സ്റ്റാച്യു വഴി പോകുമ്പോൾ ഫസ്റ്റ് റൈറ്റിൽ ഒരു ചെറിയ ഇടവഴി ഉണ്ട്. അവിടെ ഒരുപാട് ഫാൻസീസ് കാണും. അതിൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ ഫാൻസിയിലാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. ഇത് പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഓവർ പ്രൈസ് തന്നെയാണ്, കുറച്ച് പൈസ കൂടുതൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല, പൈസയ്ക്ക് അനുസരിച്ചുള്ള ക്വാളിറ്റി ഈ സാധനത്തിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 40 രൂപേൻ്റെയും 50 രൂപേൻ്റെയും വാങ്ങിയാലും അതൊരു 1 yearൻ്റെ ഉള്ളിൽ അത് കേടായി പോകും ഇങ്ങനത്തെ കമ്മലൊക്കെ. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. ഇത് എത്ര എന്നാലും ഒരുപാട് വിലയൊന്നുമില്ല, മാക്സിമം ഒരു 200-250ൻ്റെ ഉള്ളിൽ ഈ കമ്മൽ ഞാൻ അന്ന് വാങ്ങുമ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ അവിടെയൊക്കെ പോയി ചോദിക്കുമ്പോൾ ഒരു 300ൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ കമ്മലിന് പ്രൈസ് വരുന്നുണ്ട്. അപ്പം ഒരു 300ൻ്റെ ഉള്ളിൽ ഈ കമ്മലുകളൊക്കെ വരുന്നുള്ളൂ. 200-250 അല്ലെങ്കിൽ 180 ആ ഒരു പ്രൈസൊക്കെയാണ് ഈ കമ്മലിന് വരുന്നത് കേട്ടോ. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള കമ്മലുകളാണ്. അപ്പം അവിടെ നിന്നാണ് ഞാൻ വാങ്ങാറുള്ളത് ഇതുപോലത്തെ കമ്മലൊക്കെ. അതുപോലെ ഇത് ഞാൻ പടുത്ത് വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ എൻ്റെ ഒരു സാരിക്ക് വാങ്ങിയതായിരുന്നു. പക്ഷെ ആ സാരിക്ക് സെയിം കളർ, ഈ ഒരു സെയിം കളർ സാരി ആയിരുന്നു, ഒരു പട്ടുസാരി. അപ്പം സെയിം കളർ തന്നെ ആയപ്പോൾ അതിന് ചേർന്നില്ല. അപ്പം ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി പാറ്റേൺ ഉള്ളൊരു കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി വലിയ കമ്മലാണ് കേട്ടോ ഇഷ്ടം. ചെറിയ കമ്മൽ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഇതുപോലത്തെ വലിയ കമ്മലാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ ഒരുങ്ങി പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടം. ഓക്കെ, ഇനി നിങ്ങൾ ഇനിയിപ്പോൾ ഈ കളക്ഷനിൽ അധികം കാണാൻ പോകുന്നത് ഇതുപോലത്തെ വലിയ കമ്മലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടം അതാണ്, അങ്ങനത്തെ കമ്മലുകളാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇതിലെന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്മൽ ഇതാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ബ്ലൂ, നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് കണ്ടാൽ അറിയാം, എൻ്റെ പെണ്ണാണെങ്കിൽ ഞാനൊരു ബ്ലൂ ചുരിദാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ അതായിരുന്നു ഇട്ട്. അപ്പം അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു വലിയ കമ്മലാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് ആ വൈറ്റ് വെച്ചിട്ടായിരുന്നു. പക്ഷേ കല്യാണത്തിന് മുമ്പ് ഞാൻ ഇത് വെച്ചിട്ടായിരുന്നു പെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒരു റെഡ് കമ്മലാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ വാങ്ങിയതാണ് അവിടുന്ന്. എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ഇതും കൂടെ വാങ്ങിയതാണ്. എനിക്ക് ഈ റെഡ് കളറും പിന്നെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ, എല്ലാം ഒരു റൗണ്ട് ഓവൽ പാറ്റേൺ ആണെങ്കിൽ ഒരു സ്ക്വയർ പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലാണ്. നമ്മൾ വൈറ്റ് ഡ്രസ്സിനും യെല്ലോ ഡ്രസ്സിനൊക്കെ കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ ഗ്രീൻ ഡ്രസ്സിനൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള കമ്മലാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഇത് ഞാൻ ആ കടയിൽ നിന്നല്ല കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇപ്പം ഇത്രയും നേരം ഞാൻ കാണിച്ച ആ വലിയ കമ്മലൊക്കെ ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ പോകുന്ന വഴിക്ക് ഞാൻ അരീക്കട ആ ഭാഗത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബീഡൊക്കെ പോയിട്ടുണ്ട്. ഇത് കുറച്ച് കാലം മുന്നേ ഉള്ളതാണ് കേട്ടോ. ഒരു അറബിക് സ്റ്റൈൽ പോലത്തെ ഒരു കമ്മലാണ്, നല്ല ഭംഗിയുള്ള കമ്മലാണ്. ഇതിൻ്റെ ഒരു ബീഡ് പോയി, നോക്കട്ടെ, കിട്ടിയാൽ നമുക്ക് വെക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഇതും ഒരുപാട് കാലം മുന്നേ ഉള്ളൊരു ജുംക്കയാണ്. അത് കുറേ കാലം മുന്നേ ഉള്ളൊരു ജുംക്കയാണ്. പക്ഷെ ഇപ്പോഴും ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. ഇത് ഞാൻ ആ കടയിൽ നിന്നല്ല, ഞാൻ ഇത് വേറെ എവിടെ നിന്ന് വാങ്ങിയാണ്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജുംക്കയാണ് കേട്ടോ. പിന്നെ ഓക്കെ, ഇത് എനിക്കൊരു കല്യാണത്തിന്, ഇത് കഴിഞ്ഞ നവംബർ ടൈമിൽ ഞാൻ വാങ്ങിയതാണ്. കഴിഞ്ഞ വർഷം നവംബർ ടൈമിൽ വാങ്ങിയതാണ്. ഒരു ഗോൾഡൻ വരുന്ന എന്നാൽ കുറച്ച് ട്രഡീഷണൽ സ്റ്റൈലായിട്ടുള്ളൊരു കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്, ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മലാണ്. ഇത് പിന്നെ കുറച്ച് കാലം മുന്നേ എൻ്റെ കയ്യിലുള്ളൊരു ജുംക്കയാണ്, ഒരു ഗ്രീൻ കളർ ജുംക്കയാണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇതിനൊക്കെ എത്ര പ്രൈസ് എന്ന് അറിയില്ല. ഇതെന്തായാലും ഒരു 100ൻ്റെ താഴെ അല്ലെങ്കിൽ 150ൻ്റെ ഉള്ളിൽ ഇതിനൊക്കെ പ്രൈസ് ഉള്ളൂ. പിന്നെ ഇത് ഞാൻ പടുത്ത് വാങ്ങിയതാണ് കേട്ടോ. മെയ്യിൽ വാങ്ങിയിട്ടുള്ള ഒരു കമ്മലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലാട്ടോ. ഇത് കളർ പോകില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പടുത്ത് വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ്. ഇതിന് ഏകദേശം ഒരു 380 റുപ്പീസിൻ്റെ അടുത്ത് പ്രൈസ് ഉണ്ട് കേട്ടോ. ഒരു 360 റുപ്പീസൊക്കെ ഇതിന് പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഇതിനുണ്ട്.
ഓക്കെ. പിന്നെ ഇത് വരുന്നത് എനിക്ക് ഇതൊരു മാലയുടെ കൂടെ പെയറിംഗ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ നെക്ലേസ് അല്ലെങ്കിൽ ഹാരംസിൻ്റെ ഒക്കെ കൂടെ പെയറായിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് കൂടി ഇതിലുണ്ട്. അങ്ങനത്തെ ഇയറിങ്സ് ആണ്. ഇതാ ഈ ഒരു ലോട്ടസിൻ്റെ ഇയറിങ്സ് ഒക്കെ അങ്ങനത്തെ ഇയറിങ്സ് ആണ്. ഇതിൻ്റെ മാലയും വരുന്നുണ്ട്. മാല ഞാൻ വേറെയാണ് എടുത്ത് വെക്കാറ്, അതുകൊണ്ടാണ്. എനിക്ക് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. പിന്നെ അതുപോലെ പാലക്കയുടെ സ്റ്റഡ് വരുന്നുണ്ട്. ഒരു പാലക്കയുടെ മാല എനിക്കുണ്ട്, അതിൻ്റെ കൂടെയുള്ള സ്റ്റഡ്. അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. പിന്നെ ഒരു സ്റ്റഡ് ടൈപ്പ് സ്റ്റോൺ ടൈപ്പ് സ്റ്റഡ് വരുന്നുണ്ട്. ഇത് കമ്മൻ്റ് ചെയ്യാൻ തോന്നുന്നു. മുഖമാണ് കാണുന്നത്. ഇതാണ് ആ കമ്മൽ. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ് ഉള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും കമ്മലുകളാണ് എനിക്കുള്ളത്. ഇതിൽ കുറച്ചൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഇയറിങ്സ് ആണ്. എനിക്ക് അങ്ങനത്തെ കമ്മലുകളാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അല്ലാതെ ഞാൻ കാഷ്വലായിട്ട് അങ്ങനെ കമ്മൽ യൂസ് ചെയ്യുന്ന ആളല്ല. സാധാരണ ഡെയിലി കമ്മൽ യൂസ് ചെയ്യുന്ന ആളല്ല. സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡൊക്കെ ഇടും, അല്ലാതെ ഫസ്റ്റ് സ്റ്റഡ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരുങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് വലിയ കമ്മലുകളോടാണ് ഇഷ്ടം. പിന്നെ ബാക്കി ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ മാല അങ്ങനത്തെ ഓർണമെൻറ്റ്സിനെക്കാളും എനിക്കിഷ്ടം ഇയറിങ്സ് ആണ്. പിന്നെ വളകൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ബാംഗിൾസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.